അമ്മ അപ്പൂ വന്നിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ഫുഡൊന്നും മേടിച്ചില്ല, വല്ല ചിക്കനോ അങ്ങനത്തെ എന്തെങ്കിലും മേടിച്ചാലോ? വേണ്ട, അച്ഛൻ ചിക്കനൊന്നും കഴിക്കില്ല. അമ്മ ഇവിടെ മാർക്കറ്റിൽ നിന്ന് അടിപൊളി ഫ്രഷ് ചിക്കൻ കിട്ടുന്നു, ഞാൻ പോയി മേടിച്ചിട്ട് വരാം. എടാ, അച്ഛൻ ചിക്കനൊന്നും കഴിക്കില്ലാന്ന്. അച്ഛൻ ചിക്കനും മീനും ഒന്നും കഴിക്കില്ല, പച്ചക്കറി. ഇപ്പൊ അത് മാത്രമേ കഴിക്കുള്ളൂ. നല്ല കൃഷിയൊക്കെയാണ് ആളല്ല, അപ്പൊ ഇങ്ങനത്തെ എല്ലാം കഴിച്ചില്ല എങ്ങനെ ആരോഗ്യം? എടാ, അതിനേക്കാൾ ആരോഗ്യം കിട്ടുന്നത് അച്ഛൻ കഴിച്ചോണ്ടിരിക്കണം. നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറിയാ, വിഷമൊന്നും ചേർക്കാത്ത. അതിനത്ര ആരോഗ്യം എന്തായാലും ഇതിന് കിട്ടാൻ പോകണല്ലോ. അത് ശരിയാണ്, ഞാൻ പറഞ്ഞെന്നുള്ളൂ. നിനക്ക് കഴിക്കണോ അല്ലേ? എന്താണ്? ആ കേശുവോ? ആ കേശുയുടെ കാര്യം പിന്നെ പറയണ്ട, അവന് നിന്നിര സമയമില്ലല്ലോ, ഫുൾ ടൈം ബിസി അല്ലേ. ട്യൂഷൻ ക്ലാസ്, അത് കഴിഞ്ഞ് അവന്റെ ജനസേവാ കേന്ദ്രത്തിൽ പോവും. ആ ജനസേവാ കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ ഫുൾ ടൈം അവൻ അവിടെയാണ്. വീട്ടിലേക്ക് വല്ലപ്പോഴും പോലെ വരാറുള്ളൂ. ആ ആ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ ജനസേവാ കേന്ദ്രത്തിലെ സ്റ്റാഫില്ലേ ഷൈനി ചേച്ചി, ആ ചേച്ചിയുടെ മോളിടയ്ക്ക് അവിടെ വന്ന് നിൽക്കാറുണ്ടല്ലേ? ആ മളവിക്ക് അറിയോ കുട്ടീനെ? ആ കുട്ടിയുടെ പേരെന്താ? ആ മീര. മീര, അത് തന്നെ. അല്ല, നല്ല കുട്ടിയാ. ആ ഇടയ്ക്കൊക്കെ കോള് വരാറുണ്ടെന്ന് തോന്നണ്. ഓക്കെ മളവിക, എന്നാ ശരി. ഓക്കെ. ആ കേശു വരുമ്പോ ഞാൻ പറയാം. ശരി, പറയാട്ടോ. കേശുവിന്റെ ഫോണല്ലേ ഇത്? യെസ്, ഓഫ് കോഴ്സ്. എന്റെ ദൈവം, വിളിച്ചത് മാളവിക. ഈ മാളവിക മീരയുടെ കാര്യം അറിയോ? സത്യം പറഞ്ഞാലേ മാളവികയും മീരയും തമ്മിൽ ഒരു ആഭ്യന്തര യുദ്ധത്തിലാണ്. നീ മാളവി എടുത്താണ് ഇത്ര നേരം സംസാരിച്ചത്? അമ്മ എന്തിനാ ചൂടാവണം? അമ്മ മാളവികനെ അങ്ങ് ഏറ്റെടുത്താ. ലച്ചു, നിനക്ക് എന്തിന്റെ സോൺ ലച്ചു? ഒരു ദിവസം ഓരോ പ്രശ്നം അങ്ങനെ ഇറങ്ങിക്കോളൂ അവള്. എന്താ? ഒന്നുമില്ല പപ്പ, ഞങ്ങള് ചുമ്മാ വിശേഷങ്ങൾ. ചേട്ടൻ വാ. ഞാൻ വരാം. അമ്മ വരാട്ടാ. ലച്ചു, ഒന്നും പറയണ്ട. ചില സമയത്തെ നല്ല അനുസരണയും മര്യാദയൊക്കെ ഉള്ള അച്ചടക്കമുള്ള ഉള്ള കുട്ടികളാണ്. ചില സമയത്തുണ്ടല്ലോ തല്ലി പുറത്തൊക്കെ തോന്നുമല്ലോ അതിന്. പിള്ളേരെ കാര്യമാണ് പറയണേ. പിന്നെ അല്ലാണ്ട് ഇവിടെ ആരാ കുറിച്ചൊക്കെ പറയാൻ പറ്റുക? മാമ, ഞാൻ പിള്ളേരെ വിരട്ടിയാണ് നിർത്തണം. ഒന്ന് ശരിയായി നേരെ വരുമ്പോ ഇവളെ കഴിച്ചു വിട്ടളായി. സ്വാതന്ത്ര്യം ആവാം, പക്ഷെ അമിത സ്വാതന്ത്ര്യം പാടില്ല. തമ്പിച്ചേട്ടൻ്റെ മകളിൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടിയത് നിനക്ക്. നീ ചെറുപ്പം കാണിച്ചു വിട്ടതൊക്കെ എനിക്കറിഞ്ഞൂടായോ? മാമ, എനിക്ക് സെൽഫ് കൺട്രോൾ ഇല്ലേ? അതോളോ. എടാ ബാല, എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ട് ചില കാര്യങ്ങൾ പറയാറുണ്ട്. പറഞ്ഞോ മാമ. ശ്രീരാജ് എന്നോട് കുറച്ച് പൈസ ചോദിച്ചു. 5 ലക്ഷം രൂപ ചോദിച്ചത്. ഇടയ്ക്ക് അവന് കുറെ കാശ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന കാശ് എല്ലാവരും കൂടെ വീതം വെച്ച് കൊടുക്കണമെന്നാ എൻ്റെ ആഗ്രഹം. എന്താ നിങ്ങളുടെ അഭിപ്രായം? അച്ഛൻ നമ്മളോട് ചോദിക്കണേ എന്തിനാ? അച്ഛന്റെ കാശ് അച്ഛന് ഇഷ്ടമുള്ളല്ലോ ചെയ്യാലോ. എനിക്കും അതേ അഭിപ്രായം തന്നെ. മാമൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വസ്തുവകൾ മാമൻ ഇഷ്ടപ്പെട്ട പിള്ളേർക്ക് ഇഷ്ടം പോലെ കൊടുത്തോ. ഞാൻ അഭിപ്രായം ഒന്നും പറയാൻ പറ്റില്ല. മാമ ആര് കഴിച്ചടി? ഞാൻ പിന്നെ കഴിച്ചോളാം. കൊടുക്ക്. പിന്നെ കഴിച്ചോളാം. എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്, ഞാൻ പോയിട്ട് വരാം. പോട്ടാ. ഈ എടുത്തിയാട്ടേ ഉള്ളൂ, മനസ്സ് ശുദ്ധമാ. ശരിയാച്ചാ, ചില സമയത്തുണ്ടല്ലോ എനിക്ക് എൻ്റെ മാമനും മാമിയും എൻ്റെ സ്വന്തം അച്ഛനമ്മയും പോലെയാണെന്നാ പറയാറുള്ളത്. ചെറുപ്പം മുതൽ കാണുന്നതല്ലേ, അതുകൊണ്ട് ജീവിതത്തില് പണവൽ. നീ പോയില്ലായിരുന്നു? അമ്മ അച്ഛനെ പോലെയല്ല, അച്ഛനമ്മ തന്നെയാണ്. പറയാവുന്നത് അല്ലടാ, ഈ ജീവിതത്തില് പണമല്ല വലുത്. അല്ല, മനസ്സമാധാനവും സന്തോഷവും. അതെനിക്ക് കിട്ടണം മാമ. ഇവിടെ എനിക്കത് കിട്ടണം. എനിക്കത് ഇവിടെ കിട്ടണം. എനിക്ക് അത്രയേ പറയാനുള്ളൂ. എനിക്കത് ഇവിടെ കിട്ടണം. കിട്ടുന്നില്ലേ ഇവിടെ? ചില സമയത്തുണ്ടല്ലോ അച്ഛാ, ഇങ്ങേര് ആ പിള്ളേരെ പോലെ തന്നെയാണ്. പിള്ളേരുടെ സ്വഭാവം ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ.